അസ്സലാമു അലൈക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായി 3.5 കിലോ വരുന്ന ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ബീഫിൽ മസാലപ്പൊടികളെല്ലാം ചേർത്ത് പിടിപ്പിച്ച് കുക്കർ മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. വലിയൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് 4 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നന്നായി മൂത്ത് വന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. രണ്ടും ഒരുമിച്ച് വറുത്ത് കോരുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന സവാളയാണ്. 1.5 സവാള വളരെ കനം കുറഞ്ഞ അരിഞ്ഞ് അതും വറുത്ത് കോരി മാറ്റി വെക്കും. ഈ ഓയിലിലേക്ക് തന്നെ ഈ പാത്രത്തിൽ കാണുന്ന സ്പൈസസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക. പകുതി ഭാഗം റൈസ് വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഈ ഓയിലിൽ കിടന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കിലോ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാള ഓയിലിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കല്ലുപ്പാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അവനവൻ്റെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. പിന്നെ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ അല്പം കുറച്ച് മൂടി വെച്ചാണ് വേവിക്കുന്നത്. ഇത് പല തവണകളായി ചെയ്തു. സവാള നന്നായി വാടി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ തക്കാളിയാണ്. തക്കാളിയും ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വാടി കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 8 10 പച്ചമുളക് നടുകെ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള നന്നായി വാടിയിട്ടില്ലെങ്കിൽ ബിരിയാണി ആയിട്ട് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് തക്കാളിയും സവാളയും നന്നായി വഴന്നിരിക്കണം. ശേഷം ഇതിലേക്കായി ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. വെളുത്തുള്ളി തൊലി കളഞ്ഞത് 1 കൈ കുടന്ന നിറയെ. ഇഞ്ചിയും അതുപോലെ തന്നെ. ഇത് പേസ്റ്റ് ആക്കണ്ട, നന്നായി ചതച്ചാൽ മതി. ചതച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി കൊടുത്ത് മൂടി വെച്ച് അധിക സമയം വേണ്ട, കുറഞ്ഞ സമയങ്ങളിൽ മൂടി വെച്ച് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചതിന് ശേഷം വേവിക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായി ആയിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായി തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്കായി ചേർക്കുന്നത് മല്ലിച്ചപ്പും പുതിനയും 1 കൈപ്പിടി നിറയെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുക. ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ബിരിയാണിയിലേക്കുള്ള ജീരകശാല അരി 2 കിലോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി ഒട്ടും വെള്ളം കുടിക്കാതെ വാരാൻ വേണ്ടി വെക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം നമ്മൾ കുക്കറിൽ വെച്ച ബീഫ് ആയിട്ടുണ്ട്. ആ ബീഫിനെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ അരി ആയിട്ടുണ്ട്. ഏകദേശം 75-80% വേവായാൽ മതി. ഇത് ആ സമയം കൊണ്ട് നമ്മൾ അരി ഊറ്റിയെടുക്കണം. ഈ ബീഫിലേക്ക് 1 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഈ ബീഫിനെ ഈ ചെമ്പിൽ നിന്നും വേറൊരു ചെറിയ ചെമ്പിലേക്ക് മാറ്റുകയാണ്. കാരണം ഈ ചെമ്പിലാണ് നമ്മൾ ചോറ് ദം ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ബീഫൊക്കെ നന്നായി ആയിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള ബീഫ് നന്നായി വേവണം. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ചെമ്പിൽ നിന്നും ബീഫ് മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലേക്കായിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഊറ്റി വെച്ച റൈസിൽ നിന്നും പകുതി ഭാഗം ഇട്ട് കൊടുക്കുക.
അത് നന്നായി നിരപ്പാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വേവിച്ച് വെച്ച ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം അല്പം ഗരം മസാലപ്പൊടി ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അല്പം മല്ലിച്ചപ്പ് പുതിന, പിന്നെ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കേണ്ടതാണ്, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ കാര്യം പിന്നെ അറിയാം. കുറച്ച് ഓയിലും ഓയിലല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെമ്പ് മൂടി വെച്ചിട്ട് നമ്മൾ ഇതുവരെ കത്തിച്ച തീ കണൽ ഈ ചെമ്പിൻ്റെ മുകളിലായിട്ട് അടുപ്പിൽ നിന്നും മുഴുവനായി കോരി ചെമ്പിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറാണ് ദം ചെയ്യുന്നത്. അടുപ്പിൻ്റെ അടിയിൽ അധിക കണൽ പാടില്ല, കാരണം ചോറ് അടിയിൽ പിടിക്കും. കണ്ടോ, 1 മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത്. ചെമ്പിൻ്റെ മുകളിലുള്ള മുന്തിരി എള്ളു കരിഞ്ഞു പോയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം റൈസും ബീഫും ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ അബദ്ധം സംഭവിച്ചത്, ഇതിൻ്റെ മുകളിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടതിന് മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഒരു വാഴ ഇലയോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതിയായിരുന്നു. മുകളിലെ തീയിൻ്റെ കടുപ്പം കൊണ്ടാണ് ഇത് ഇത്രയും കരിഞ്ഞു പോകാൻ കാരണമായത്. ചോറൊക്കെ നന്നായി വേവായിട്ടുണ്ട് കേട്ടോ. ഈ ബിരിയാണി സ്പൈസിയാണ് കേട്ടോ. ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് എരിവിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത്. ബൈ. അസ്സലാമു അലൈക്കും.